നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിന് വമ്പൻ പ്രഖ്യാപനത്തിനൊരുങ്ങി കേന്ദ്രം. ഇന്ന് തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി അതിവേഗ റെയിൽ പാതയുടെ പ്രഖ്യാപനം നടത്തിയേക്കും. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച് രാവിലെ 10:30 മോദിയുടെ റോഡ് ഷോയും ഉണ്ടാകും. 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി. തിരുവനന്തപുരം നഗരസഭയുടെ വികസന രേഖയും മോദി പ്രഖ്യാപിക്കും. ആദിലും TV പ്രസാദും ചേരുന്നു വിവരങ്ങളുമായി. ആദിൽ, എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വന്നതിന് ശേഷം 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതാ പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് പരിപാടിക്കുള്ള സജ്ജീകരണങ്ങൾ? എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ? പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 45 ദിവസമാണ് കാലാവധി BJP പറഞ്ഞതെങ്കിൽ BJP മേയർ സ്ഥാനമേറ്റ് 27ാം ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്നു. വികസന രേഖ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു. ഞാനിപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തിലാണുള്ളത്. അതിന് വെളിയിൽ തന്നെ കൃത്യമായി പ്രധാനമന്ത്രിക്ക് സ്വാഗതം മോദിക്കൊണ്ടുള്ള ബോർഡുകൾ കാണാം, ആർച്ചുകൾ കാണാൻ കഴിയുന്നുണ്ട്. 10 മണിയോടെ പ്രധാനമന്ത്രി ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്താവളത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഓവർ ബ്രിഡ്ജ് മുതൽ, ഞാനിപ്പോൾ നിൽക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്നും 200 മീറ്റർ അകലെയുള്ള ഓവർ ബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ വാഹനത്തിന് പുറത്തിറങ്ങി, കാറിന് പുറത്തിറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു റോഡ് ഷോ ആയിട്ടായിരിക്കും പ്രധാനമന്ത്രി ഈ സമ്മേളന വേദിയിലേക്ക് വരിക. 10:30 വേദിയിലെത്തും. 11:20 വരെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പരിപാടികളാണ്. 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ്, 250 കോടി രൂപ യുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അടക്കമുള്ള പരിപാടികൾ പ്രധാനമന്ത്രിക്ക് ഉണ്ട്. അതിനുശേഷം BJPയുടെ പരിപാടിയിലേക്ക് മാറും. 25,000 പ്രവർത്തകരെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള, തെക്കൻ ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകർ ഈ പരിപാടിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വികസന രേഖ പ്രഖ്യാപനം എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. വികസന രേഖ എന്ന രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമെന്ന് ഇപ്പോൾ ഉറപ്പിക്കേണ്ടതില്ല എന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ് പറഞ്ഞതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സഫലമാകുന്നു എന്നാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും അറിയിക്കുന്നത്. അതിനിടെ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന വാർത്തകളും പുറത്തുവരുന്നു. കേരളത്തിന് സിൽവർ ലൈന് ബദലായുള്ള അതിവേഗ റെയിൽ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങളും സൂചനകളും ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയെ കാത്ത് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ ഞാനിപ്പോൾ നിൽക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സുരക്ഷാ ക്രമീകരണത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നു. കൃത്യമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് മാധ്യമങ്ങളെയും മറ്റും ഈ ഭാഗത്തേക്ക് തന്നെ കടത്തിവിടുന്നത്. ആ രൂപത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നു. മണിക്കൂറുകൾ മാത്രമാണ്. 10 മണിയോടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം TV പ്രസാദ് കൂടി ചേരുകയാണ്. TV പ്രസാദ്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് എത്താൻ പോകുന്നത്. എന്തൊക്കെ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തും? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കുക കൂടിയാണല്ലോ ഇന്ന്. അപ്പോൾ പ്രധാനമന്ത്രി എന്തൊക്കെ സംസാരിക്കും, എന്തൊക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്താൻ പോവുക എന്നതിനെ കുറിച്ചാണ് വലിയ ആകാംക്ഷ ബാക്കി നിൽക്കുന്നത്. ഗുഡ് മോർണിംഗ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് മോദി നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അടിച്ച ഒരു ബമ്പർ ലോട്ടറിയാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം എന്നുള്ളത്. സംസ്ഥാനത്ത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റമൊന്നും BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് അവർക്ക് വലിയ നേട്ടമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പിടിച്ചതുപോലെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു മാതൃകാ കോർപ്പറേഷൻ ആക്കാനുള്ള നീക്കമാണ് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പക്ഷേ കേന്ദ്ര പദ്ധതികളെല്ലാം വരുന്നത് സംസ്ഥാന സർക്കാർ വഴിയാണ്. കേന്ദ്രത്തിന് നേരിട്ട് എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയൊക്കെയാണ് BJP നടത്തുന്നത്. പക്ഷേ CSR ഫണ്ട് അടക്കം കേന്ദ്ര സർക്കാരിന് ഏതൊക്കെ രീതിയിൽ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെയുള്ള സഹായം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു മോഡൽ
മോഡലാക്കി ഉയർത്തിക്കൊണ്ട് ആ സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നാൽ ഇതാ ഇന്നിന്ന കാര്യങ്ങൾ തങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു മോഡലാക്കി തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റുക, അതിൻ്റെ ഒരു പ്രഖ്യാപനം എന്നോണമാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. മാത്രവുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ, ആ പദ്ധതികളെല്ലാം BJPയുടെ രാഷ്ട്രീയ നേട്ടമാണ് എന്ന നിലയിൽ കേരളത്തിൽ എപ്പോഴും BJP നേതാക്കൾ പ്രസംഗിക്കാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം കൂടി തിരുവനന്തപുരത്ത് നടത്തുകയാണ്. സ്വാഭാവികമായും അതും BJP ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും. കേരളത്തിലേക്ക് ധാരാളം കേന്ദ്ര ഫണ്ട് വരുന്നു, അതെല്ലാം BJPയുടെ നേട്ടമാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് സാധാരണ രീതിയിൽ BJP നടത്താറുള്ളത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടി, സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിക്ക് പക്ഷേ കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും ഇല്ല എന്ന നാണക്കേട് BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റമുണ്ടാക്കണമെങ്കിൽ വലിയ തരംഗമുണ്ടാക്കണം. ആ തരംഗമുണ്ടാക്കലാണ് ഇന്നത്തെ മോദിയുടെ വരവോടുകൂടി പ്രധാനമായും BJP ഉദ്ദേശിക്കുന്നത്. മോദി രാവിലെ 10 മണി കഴിഞ്ഞ് തിരുവനന്തപുരം എയർപോർട്ടിലെത്തി നേരത്തെ ആദ്യം വിശദീകരിച്ചതുപോലെ ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള റോഡ് ഷോ യഥാർത്ഥത്തിൽ അത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനമായി തന്നെ മാറും. തീർച്ചയായും JV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി എന്തൊക്കെ സർപ്രൈസുകളാണ് അവശേഷിക്കുന്നത് എന്നതിലാണ് ആകാംക്ഷ ബാക്കി നിൽക്കുന്നത്.